Parallel Learning. It's me, Sri Bhama SB. മക്കളെ, നിങ്ങളുടെ എക്സാമിൽ അങ്ങ് അടുത്തെത്തി അല്ലേ? ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ നിങ്ങളുടെ മുമ്പിലുള്ളൂ. കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും നമുക്ക് എന്താണ് നമ്മുടെ പബ്ലിക് എക്സാം ആവാൻ പോവാണ്. സോ നിങ്ങൾ വളരെയധികം ശ്രദ്ധിച്ച് പഠിക്കേണ്ട ഒരു ടൈമാണിപ്പോൾ. സോ മിസ് എന്തിനാ വന്നിട്ടുള്ള ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ കെമിസ്ട്രിയില്, ബേസിക് സയൻസിലെ നമ്മുടെ കെമിസ്ട്രിയില് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മുടെ ജലം എന്ന് പറയുന്ന ചാപ്റ്റർ, വാട്ടർ എന്ന് പറയുന്ന ചാപ്റ്ററിൽ ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ പ്രീവിയസ് ഇയറിലും എല്ലാം ചോദിച്ച് കാണുന്ന ക്വസ്റ്റ്യൻസ് ആണ്. സോ വളരെ ശ്രദ്ധിച്ചിരിക്കുക. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യലയുടെ മക്കളെ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കാം. ഇതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ജലത്തിന്റെ ഉയർന്ന താപധാരത പ്രയോജനപ്പെടുത്തുന്ന ഏതെങ്കിലും രണ്ട് സന്ദർഭങ്ങൾ എഴുതുക എന്ന് പറഞ്ഞത്. എക്സ്പ്ലെയിൻ ദ 2 ways in which the high specific heat capacity of water useful to us. നമുക്കറിയാം നമ്മുടെ വാട്ടർ നല്ല രീതിയിൽ ഹീറ്റ് താങ്ങി നിർത്താനുള്ള കപ്പാസിറ്റി ഉണ്ടെന്ന് നമുക്കറിയാം അല്ലെ. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഒരു വെളിച്ചെണ്ണ ചൂടാക്കുന്ന സമയത്തും അല്ലെങ്കിൽ വെള്ളമാണ് ചൂടാക്കുന്നെങ്കിൽ അത് ജലമാണ് എന്താ പതിയെ ചൂടാവുക, വെളിച്ചെണ്ണ പെട്ടെന്ന് ചൂടാവുക നമുക്ക് കാണാൻ പറ്റും. അത് നമ്മുടെ ഡെയിലി ലൈഫിൽ എങ്ങനെയാ കണക്ട് ചെയ്യാൻ പറ്റുന്ന ചോദിച്ചാൽ, നമുക്കറിയാം നമ്മൾ എങ്ങനെയെങ്കിലൊക്കെ ടൂറൊക്കെ പോകുന്ന സമയത്തോ എങ്ങനെയെങ്കിലും ട്രാവൽ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് നമ്മുടെ വണ്ടിക്ക് പണി കിട്ടും ഇല്ലേ? നല്ല രീതിയിൽ പുകയുന്നത് കാണാൻ പറ്റും നിങ്ങൾക്ക്. ഈ റേഡിയേറ്റർ കത്തിന്നൊക്കെ നിങ്ങളുടെ അച്ഛനും അമ്മയും അല്ലെങ്കിൽ എന്താ പറയാ ഏട്ടന്മാരൊക്കെ പറഞ്ഞ് കേൾക്കാറുണ്ടാവും. അപ്പൊ എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? അപ്പൊ നമ്മൾ വേഗം പോയിട്ട് എന്ത് ചെയ്യും? കുറച്ച് വാട്ടർ ഒഴിക്കും. എന്തിനാ വാട്ടർ ഒഴിക്കുന്നത്? അതാണ് ഇതിന്റെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്ന ആ ഒരു പ്രോപ്പർട്ടിയാണ് അവിടെ യൂസ് ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ജലത്തിന് നന്നായിട്ട് താപത്തിന് താങ്ങി നിർത്താനുള്ള കഴിവുണ്ട്, കപ്പാസിറ്റി ഉണ്ട്, ഹീറ്റ് കപ്പാസിറ്റി ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ എന്താണ് നമ്മൾ അതിൽ ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് എന്ത് ചെയ്യും? ബാലൻസ് ചെയ്യാൻ പറ്റും. അതുപോലെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കണം എന്ന് പറയാനുള്ള റീസൺ എന്താണ്? നമ്മുടെ ശരീര താപനില എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്? ഒരേ നിരക്കിൽ നിലനിർത്താൻ വേണ്ടിയിട്ടാണ്. സോ അതിനും എന്ത് സഹായിക്കുന്നുണ്ട്? വാട്ടർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ ഇറ്റ് ഈസ് യൂസ് ഫോർ ഗുഡ് കൂളിംഗ് ഏജൻസി ഫോർ കാർ എഞ്ചിനുകളിലൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഡെയിലി ലൈഫിൽ നമ്മുടെ ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മൾ ഡ്രിങ്കിങ് വാട്ടർ അല്ലെ നന്നായിട്ട് വെള്ളം കുടിക്കണം എന്ന് പറയാറുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യണം? നന്നായിട്ട് വെള്ളം കുടിക്കണം. കാരണം എന്താണ്? വെള്ളം നന്നായി കുടിച്ചാൽ മാത്രമേ നമ്മുടെ ശരീരപ്രവർത്തനങ്ങളെല്ലാം നടക്കുള്ളൂ, ഡൈജഷൻ നടക്കുള്ളൂ, നമ്മുടെ ബോഡി ഹെൽത്തി ആവുള്ളൂ, ഗ്ലോ സ്കിൻ ആവുള്ളൂ. സോ വാട്ടർ എന്ന് പറഞ്ഞത് വെരി 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ. എന്താ അടുത്ത ക്വസ്റ്റ്യൻ? ജലത്തിന്റെ തിളനില എത്രയാണ്? ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ എത്രയാണെന്ന് ചോദിക്കുന്നത്. അത് നമുക്ക് അറിയാതിരിക്കാൻ ഒരു വഴിയില്ല അല്ലെ. എത്രയാണ് മക്കളെ വരുന്നത്? 100 ഡിഗ്രി സെൽഷ്യസ് അല്ലെ. നമുക്ക് പറയാൻ പറ്റും ബോയിലിംഗ് പോയിന്റ് 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. എന്താണ് ബോയിലിംഗ് പോയിന്റ്? തിളനില ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റും the boiling point is the temperature at which liquid changes into vapor. ലിക്വിഡ് ദ്രാവകം വാതകമായി മാറുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയാ? ബോയിലിംഗ് പോയിന്റ്. നിങ്ങളൊരു ചായ തിളപ്പിക്കുമ്പോൾ എപ്പോഴാ ചായ തിളച്ചു എന്ന് പറയാ? അത് ബോയിലിംഗ് പോയിന്റിൽ എത്തുമ്പോഴാണ്. ആ ദ്രാവകം നേരിട്ട് വാതകമായിട്ട് മാറിയില്ലേ? ദ്രാവകം എന്ന് വെച്ചാൽ ലിക്വിഡ് ഗ്യാസ് ആയിട്ട് മാറുന്ന ആ ഒരു ടെമ്പറേച്ചറിനെയാണ് നമ്മൾ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ഫോർ വാട്ടർ ഇറ്റ് ഈസ് 100 ഡിഗ്രി സെൽഷ്യസ്. ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് മക്കളെ വരുന്നത്? ദ്രാവകത്തുള്ളിയുടെ ഗോളാകൃതിക്ക് കാരണമെന്ത്? വൈ ആർ ദ ലിക്വിഡ് ഡ്രോപ്സ് സ്പെറിക്കൽ ഇൻ ഷേപ്പ്? നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ ചില ചേമ്പിന്റെ ഇലകളിലൊക്കെ തുള്ളി തുള്ളി തുള്ളിയായിട്ട് ഗോളാകൃതിയിൽ നിൽക്കുന്ന സ്പെറിക്കൽ ഷേപ്പിൽ നിൽക്കുന്നത്. അതിന്റെ റീസൺ എന്താ? കണ്ണടച്ച് നമുക്ക് പറയാൻ പറ്റും അത് സർഫസ് ടെൻഷൻ ആണ്, പ്രതല ബലമാണെന്ന് പറയാൻ പറ്റും അല്ലെ. ബിക്കോസ് ഓഫ് ദ സർഫസ് ടെൻഷൻ ഇൻ ലിക്വിഡ് സർഫസ് ഹാസ് ടെൻഡൻസി ടു റെഡ്യൂസ് ഇറ്റ് സർഫസ് ഏരിയ ആൻഡ് ഗെറ്റ് സ്പെറിക്കൽ ഇൻ ഷേപ്പ്. അപ്പൊ മിസ് പറഞ്ഞുതരാ, ഭയങ്കര തണുപ്പുള്ള ഒരു സ്ഥലത്ത് നമ്മൾ പോയി എന്ന് വിചാരിക്കാം. പോകുന്ന സമയത്ത് ഭയങ്കരമായിട്ട് നമുക്ക് തണുക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ ഇരിക്കും അല്ലെ, ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇരിക്കും. നമ്മുടെ ബോഡി ഒക്കെ അടുത്തോട്ട് കൊണ്ടുവരും ഇല്ലേ? അതുപോലെ നമ്മുടെ വാട്ടർ, അതുപോലെ എന്നല്ല മിസ് ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവാൻ പറഞ്ഞത് മാത്രമാണ്. വാട്ടർ എന്താ ചെയ്യുന്നത്? വാട്ടർ മാക്സിമം റെഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കും. അതിന്റെ സർഫസ് ഏരിയ കുറച്ചുകൂടെ റെഡ്യൂസ് ചെയ്ത് ചെറുതാക്കാൻ വേണ്ടി ശ്രമിക്കും. സോ അതിന് വേണ്ടിയിട്ടാണ് അത് എന്ത് ചെയ്യുന്നത്? ഗോളാകൃതിയിൽ സ്പെറിക്കൽ ആയിട്ട് നിൽക്കുന്നത്. അപ്പൊ ഈ ബോഡി ഹാസ് ടു ബി ലീസ്റ്റ് സർഫസ് ഏരിയ വെൻ ഇറ്റ് ഈസ് സ്പെറിക്കൽ ഇൻ ഷേപ്പ്. സ്പെറിക്കൽ ആയിട്ട് നിൽക്കുമ്പോൾ, ഇങ്ങനെ ഗോളത്തിൽ നിൽക്കുമ്പോൾ, പരന്ന് നിൽക്കുമ്പോൾ കുറേ സർഫസ് വേണ്ടട മക്കളെ, ഇത്രയും വേണം. പക്ഷെ അതേസമയം മിസ് ഇങ്ങനെ കൈ ഇങ്ങനെ ചുരുട്ടി പിടിച്ചാൽ മിസ്സിന് ഇത്രയും സർഫസ് വേണ്ടുള്ളൂ അല്ലെ. അതുപോലെ നമ്മുടെ വാട്ടറിന്റെ കേസിൽ അത് തന്നെയാണ്. ഒരു നിശ്ചിത വ്യാപ്തം വസ്തുവിന് പ്രതല വിസ്തീർണം ഏറ്റവും കുറവാകുന്നത് അത് ഗോളാകൃതിയിൽ ഇരിക്കുമ്പോഴാണ്. അതിനെന്താണ് ഏറ്റവും കംഫർട്ട് എങ്ങനെയാണ്? ഗോളാകൃതിയിൽ ഇരിക്കാനാണ്. സോ പ്രതല വിസ്തീർണം കുറയാതിരിക്കാനുള്ള ദ്രാവകോപരിതലത്തിന്റെ സ്വഭാവം മൂലമാണ് ദ്രാവകത്തുള്ളികൾ എന്ത് ചെയ്യുന്നത്? ഗോളാകൃതിയിൽ നിൽക്കുന്നത്, സ്പെറിക്കൽ ഷേപ്പിൽ നിൽക്കുന്നത് എന്നുള്ളതും ആലോചിച്ച് വെക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? മഞ്ഞുകെട്ട് ഉരുകുന്ന ഊഷ്മാവ്
ഇനി നമ്മൾ എന്താ പറയാന്ന് ചോദിക്കുന്നത്, ടെമ്പറേച്ചർ അറ്റ് വിച്ച് ദ ഐസ് മെൽറ്റ് ഈസ് കോൾഡ്, എന്താ നമ്മൾ പറയാ, ബോയിലിംഗ് പോയിന്റ്, ഫ്രീസിംഗ് പോയിന്റ്, അങ്ങനെ ഒരുപാട് എണ്ണം പഠിച്ചിട്ടില്ലേ? അതിൽ ഏതായിരിക്കും വരാൻ സാധ്യത? നമുക്കറിയാം അതിനെ നമുക്ക് എന്താ പറയാ, മെൽറ്റിംഗ് പോയിന്റ്, ദ്രവനില എന്ന് പറയാ. കാരണം സോളിഡ് ആയിട്ട് നിന്നാണ്, മഞ്ഞുകട്ട വരുമ്പോൾ സോളിഡ് ആണ്, അത് ലിക്വിഡ് ആയിട്ട് മാറുക ചെയ്യുന്നത് ഇല്ലേ? നമ്മുടെ മഞ്ഞുകട്ട, നമ്മുടെ റൈസ് എടുത്ത് പുറത്ത് വെച്ച് എന്താണ് മക്കളെ, അത് മെൽറ്റായി പോയി, ഉരുകിപ്പോയി എന്നാണ് നിങ്ങൾ പറയാ. സോ അതുകൊണ്ട് നമുക്കത് പറയാൻ പറ്റും, ദാറ്റ് ഇസ് കോൾഡ് മെൽറ്റിംഗ് പോയിന്റ്. റെഡി? നെക്സ്റ്റ്, when water freezes to solid its volume is dash. ഇത് ശ്രദ്ധിക്കണേ, തെറ്റാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ജലം തണുത്ത് ഖരമായി മാറുമ്പോൾ അതിന്റെ വ്യാപ്തത്തിന് എന്ത് സംഭവിക്കുന്നു എന്നാ വിചാരിക്കുക. എന്താണ് മക്കളെ സംഭവിക്കുക? ഇൻക്രീസ് ചെയ്യാണ്, കൂടാണ് ചെയ്യുക. കാരണം ഡെൻസിറ്റി അല്ലെ, ഡെൻസിറ്റി കുറവായതുകൊണ്ടാണ് നമ്മുടെ വെള്ളത്തിന് മുകളിൽ ഐസ് പൊന്തി നിൽക്കുന്നത്. ഡെൻസിറ്റി കുറവാണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ എന്താണ്, നമുക്ക് വോളിയം കൂടണം ഇല്ലേ? സോ വോളിയം എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യാണ് നമ്മുടെ സോളിഡിന്റെ കേസിൽ വരിക. അതുകൊണ്ടാണ് ഐസ് എന്ത് ചെയ്യുന്നത്, എന്താണ് ഡെൻസിറ്റി കുറവായതുകൊണ്ട്, വെള്ളത്തേക്ക് കുറവായതുകൊണ്ട് മുകളിൽ നിൽക്കുന്നത്. ക്ലിയർ അല്ലേടാ? സെറ്റ് അല്ലേടാ മക്കളെ? അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 1 കിലോഗ്രാം പദാർത്ഥത്തിന്റെ താപനില 1 ഡിഗ്രി സെൽഷ്യസ് വർദ്ധിപ്പിക്കാൻ ആവശ്യമായ താപത്തിന്റെ അളവിനെയാണ് ഡാഷ് എന്ന് പറയുന്നത്. ഡാഷ് ഇസ് ദ എമൗണ്ട് ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു റൈസ് ദ ടെമ്പറേച്ചർ ഓഫ് 1 കിലോഗ്രാം ഓഫ് സബ്സ്റ്റൻസ് ബൈ 1 ഡിഗ്രി സെൽഷ്യസ്. ഏതാണ് ആൻസർ വരിക? നമ്മൾ ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞ കാര്യമുള്ളൂ, അതാണ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അഥവാ ജലത്തിന്റെ വിശിഷ്ട താപധാരിത എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് വിശിഷ്ട താപധാരിത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ക്ലിയർ ആയിട്ട് ഡെഫിനേഷൻ ആയിട്ട് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ പറയാം, മറ്റു പദാർത്ഥങ്ങളെ അപേക്ഷിച്ച് ഉയർന്ന താപം നിലനിർത്താനുള്ള കഴിവ് ഇല്ലേ? നമുക്കൊക്കെ ഉണ്ടല്ലോ, നമ്മൾ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം കപ്പാസിറ്റിയിൽ നമ്മൾ പിടിച്ചു നിൽക്കും അല്ലെ. എന്തെങ്കിലുമൊക്കെ പ്രശ്നം വന്നാലും മാക്സിമം വേണ്ട, പ്രശ്നത്തിലോട്ട് വേണ്ട പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും, ഒതുങ്ങിക്കൂടി നമ്മുടെ മാക്സിമം കപ്പാസിറ്റിയിൽ നമ്മൾ പിടിച്ചു നിർത്താൻ നോക്കും. അതുപോലെ നമ്മുടെ വാട്ടർ എന്താ ചെയ്യുന്നത്, എത്രത്തോളം താപത്തിന് താങ്ങി നിർത്താൻ പറ്റുമോ അത്രത്തോളം താങ്ങാനുള്ള കഴിവ് നമ്മുടെ വാട്ടറിന് ഉണ്ടെന്നാണ് പറയുന്നത്. ക്ലിയർ? വാട്ടർ ഹാസ് എൻ അബിലിറ്റി ടു ഹോൾഡ് മോർ ഹീറ്റ് വെൻ കമ്പയർഡ് ടു ദ അതർ സബ്സ്റ്റൻസ്. മറ്റുള്ളവയെ വെച്ച് നോക്കുമ്പോൾ വാട്ടറിന് അത് കൂടുതലാണ്, അതുകൊണ്ട് നമുക്ക് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി കൂടുതലാണ് നമ്മുടെ വാട്ടറിന് എന്ന് പറയാൻ പറ്റുന്നു. ഓക്കെ, ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രൊവൈഡിങ് എക്സസ് ഫുഡ് ഫോർ ഫിഷ് ഇൻ ആൻ അക്വേറിയം ഈസ് ത്രെറ്റ് ടു ഇറ്റ്സ് സർവൈവൽ ജസ്റ്റിഫൈ എന്ന് പറയുന്നത്. അക്വേറിയത്തിൽ മത്സ്യത്തിന് അധിക ഭക്ഷണം നൽകുന്നത് അവയുടെ നിലനിൽപ്പിന് ഭീഷണിയാണ്. എന്തുകൊണ്ട്? ഇത് നമ്മൾ എപ്പോഴും ചെയ്യുന്ന കാര്യമായിരിക്കും അല്ലെ. നമ്മളൊക്കെ എല്ലാവരും മത്സ്യത്തിനെ വളർത്തുന്ന ആളുകളായിരിക്കും. ചിലർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും മീനെ വളർത്തുന്ന അല്ലെ, ഗപ്പിയും കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവും. അപ്പൊ എന്തുകൊണ്ടാണ് മക്കളെ കൂടുതൽ ഫുഡ് കൊടുത്തത് ചത്തു പോകുന്നത്? എന്താ അതിന്റെ റീസൺ എന്ന് പറയുന്നത്? ബിക്കോസ് ഓഫ്, നമുക്ക് പറയാൻ പറ്റും, കൂടുതൽ ഫുഡ് മെറ്റീരിയൽസ് അവർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഓക്സിജന്റെ അളവ് എന്ത് ചെയ്യാണ്, കുറയാണ് ചെയ്യുന്നത് അല്ലെ. നമുക്കറിയാം വാട്ടർ അക്വേറിയത്തിലൊക്കെ പറയുകയാണെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡും ഓക്സിജനും ഒക്കെ ഡിസോൾവ് ചെയ്തിട്ടുണ്ട് നമ്മുടെ വാട്ടറിൽ. സോ അതുകൊണ്ട് നമ്മൾ കൂടുതൽ ഫുഡ് മെറ്റീരിയൽസ് ആഡ് ചെയ്യുമ്പോൾ അവർക്ക് വേണ്ട ഓക്സിജൻ ലഭിക്കുന്നില്ല അല്ലേ. നമ്മുടെ ഫുഡ് കൂടുതലും ഓക്സിജൻ കുറവായിട്ട് കാര്യമുണ്ടോ? മീനിന് ജീവിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഓക്സിജൻ വേണം. നമ്മളെപ്പോലെ തന്നെ ശ്വസിക്കുന്ന ആളുകളാണ് അവരും. സോ അതുകൊണ്ട് എക്സസ് ഓഫ് ഫുഡ് ആഡ് ചെയ്യുമ്പോൾ അത് ഓക്സിജനെ റിഡ്യൂസ് ചെയ്യാണ് ചെയ്യുന്നത്, ഓക്സിജന്റെ അളവ് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അത് പെട്ടെന്ന് ചത്തുപോകുന്നത്. സോ നിങ്ങൾ മത്സ്യകൃഷികളൊക്കെ ചെയ്യുന്ന മക്കളുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക, കൂടുതലായിട്ട് നമ്മൾ എന്ത് ചെയ്യരുത്, അവർക്ക് ഫുഡ് തീറ്റ കൊടുക്കരുത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു ഷേവിംഗ് ബ്രഷ് വെള്ളത്തിൽ മുക്കിയ ശേഷം പുറത്തെടുത്താൽ അതിന്റെ നാരുകൾ ഒരുമിച്ച് ചേർന്ന് നിൽക്കാൻ ശ്രമിക്കുന്നു. വാട്ട് ഈസ് ദ റീസൺ? വെൻ എ ഷേവിംഗ് ബ്രഷ് ഈസ് ടേക്കൺ ഔട്ട് ഫ്രം ദ വാട്ടർ ബ്രിസ്റ്റൽസ് ഓഫ് ദ വെറ്റ് ബ്രഷ് ക്ലിങ് ക്ലോസർ ടു ഈച്ച് അതർ. വൈ എന്നാ ചോദിക്കുന്നത്. എന്തുകൊണ്ടായിരിക്കണം മക്കളെ? അതും നമുക്കറിയാം, സർഫസ് ടെൻഷൻ തന്നെയാണ് അതിന്റെ റീസൺ അല്ലേ. അപ്പൊ വെള്ളത്തിൽ മുക്കിയെടുക്കുക എന്ന് പറയുമ്പോൾ നാരുകൾക്കിടയിൽ ഉണ്ടാവുന്ന ഒരു പാട പോലെ അത് ചുരുങ്ങാൻ വേണ്ടി ശ്രമിക്കും. അതാണ് സർഫസ് ടെൻഷൻ അല്ലേ. നമ്മുടെ പ്രതലം ഒരു പാട പോലെ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ അതാണ് അതിന്റെ സർഫസ് ടെൻഷൻ. സോ സർഫസ് ടെൻഷൻ എന്ന് പറയുമ്പോൾ എങ്ങനെ നമുക്ക് പറയാൻ പറ്റും? പാട പോലെ നിൽക്കുകയാണെങ്കിൽ വിസ്തീർണം കുറയ്ക്കാൻ വേണ്ടി അത് ശ്രമിക്കും. അപ്പൊ നമ്മുടെ നാരിങ്ങനെ വെള്ളത്തിൽ മുക്കുക, അതും വേണ്ട. നമ്മൾ കുളിക്കുന്ന സമയത്ത് നിങ്ങൾ കണ്ടിട്ടില്ലേ, കുളിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി, നമ്മുടെ മുടി തന്നെ ഒട്ടിയല്ലേ ഇരിക്കുക, ഇങ്ങനെയല്ലേ ഇരിക്കുക. മിസ് അപ്പം ഒന്ന് കുളിച്ചിട്ട് വന്നേളൂ, അപ്പൊ നോക്കി മിസ്സിന് മുടി നോക്കി ഒരു ഇതില്ലാതിരിക്കുന്നുണ്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഉണക്കി എടുത്ത് വിചാരിക്കാം, മുടിയൊക്കെ ഡ്രയറിലോ അല്ലെങ്കിൽ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്തു കുറെ നേരം വെച്ച് കഴിഞ്ഞാൽ ഉണങ്ങിന്ന് വിചാരിക്കാം. അപ്പൊ അങ്ങനെ പാറി പറന്ന് നടക്കുന്ന കാണാം അല്ലെ. അതെന്താ അതിന്റെ റീസൺ? നമുക്കറിയാം, ഇത് ഈ സംഭവം തന്നെയാണ്. വെള്ളത്തിൽ മുങ്ങുന്ന സമയത്ത് നമ്മുടെ ഈ മുടികൾക്കിടയിൽ എന്തുണ്ടാവുന്നുണ്ട്, അതിങ്ങനെ അടുപ്പിച്ച് വരാൻ വേണ്ടി ശ്രമിക്കും. സോ അതുകൊണ്ടാണ് പരസ്പരം ചേർന്ന് നിൽക്കുന്നത്. സോ when it is dipped in water, the membrane is formed between the bristle and the membrane tries to reduce its surface area. അതിന്റെ സർഫസ് ഏരിയ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. അതുകൊണ്ടാണ് നമുക്കത് പറയാൻ പറ്റുന്നത്, അതിങ്ങനെ അടുപ്പിച്ച് ഇങ്ങനെ നാര് പോലെ ചേർന്ന് നിൽക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നു. ക്ലിയർ അല്ലേടാ? സെറ്റ് അല്ലേടാ മക്കളെ? അപ്പൊ ഇത്ര ക്വസ്റ്റ്യൻസ് ആണ് മിസ്സിന് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി നിങ്ങളുടെ കൂടാണ് സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ
ഇതിന്റെ ആൻസർ എന്ത് ചെയ്യുക, താഴെ കമന്റ് ബോക്സിൽ ഷുവർ ആയിട്ടും കമന്റ് ചെയ്യുക. അതിനോടൊപ്പം മിസ്സിന്റെ ക്ലാസിന്റെ ഫീഡ്ബാക്ക് അറിയിക്കുക. എങ്ങനെയുണ്ടായിരുന്നു, ക്വസ്റ്റ്യൻസ് ഒക്കെ എന്താ ക്ലിയർ ആയോ, സെറ്റ് ആയോ, മിസ്സിന് ഇഷ്ടപ്പെട്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, അറിയിക്കുക കേട്ടോ. സോ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വേണ്ടി മിസ് തരാണ്. ഇതാണ് ക്വസ്റ്റ്യൻ. വിച്ച് വൺ ഈസ് കോൾഡ് യൂണിവേഴ്സൽ സോൾവെന്റ്? സാർവിക ലായകം എന്നാൽ എന്ത്? ഏതാണ് സാർവിക ലായകം എന്ന് അറിയപ്പെടുന്നത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മിസ് തരാണ്. കമന്റ് ബോക്സിൽ അറിയിക്കുക, അതേപോലെ ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ. റെഡി അല്ലേ മക്കളെ? സെറ്റ് അല്ലേ? സോ ഇത്രയൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്, പ്രീവിയസ് എല്ലാം ചോദിച്ചു കാണുന്നതാണ്. അപ്പൊ മക്കൾ എന്ത് ചെയ്യുക, നന്നായി തന്നെ പഠിക്കുക. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. ഒരുപാട് ഈസി ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കും, ഈസി ആയിട്ട് സ്കോർ ചെയ്യാനും പറ്റും കേട്ടോ. സോ അടിപൊളിയായിട്ട് പഠിക്കുക, സെറ്റ് ആയിട്ട് പഠിക്കുക. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ, സീ യു.